ഞാൻ സംസാരിക്കുന്ന ഒട്ടുമിക്ക ആളുകളുടെ മെയിൻ പ്രോബ്ലം വൺ ഓഫ് ദ പ്രോബ്ലം എന്ന് പറയുന്നത് അവരുടെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് അവരുടെ ബിസിനസ്സിലെ മുന്നേ ഒരു ടീമിനെ വെച്ചിട്ടോ അല്ലെങ്കിൽ സ്റ്റാഫിനെ വെച്ചിട്ടായിരിക്കും ചെയ്തിരിക്കുക. പെട്ടെന്ന് ഒരു ദിവസം അവർ പോവുകയോ അല്ലെങ്കിൽ സ്റ്റോപ്പ് ചെയ്യുന്ന സമയത്ത് ടോട്ടലി അവരുടെ മാർക്കറ്റിംഗ് സ്റ്റക്ക് ആവുകയാണ്. പ്രോപ്പറായിട്ട് സെയിൽ നടക്കുന്നില്ല, ക്യാഷ് ഫ്ലോ ഇല്ല, അങ്ങനെ പല പ്രോബ്ലംസ്. ഇത്തരത്തിലാവുന്ന സമയത്ത് ആസ് എ ബിസിനസ് ഓണർ ഇവർക്കാണെങ്കിൽ മാർക്കറ്റിംഗ് ചെയ്യണമെന്ന് അറിയില്ല, പുതിയ ടെക്നിക്കുകളോ എന്താണെന്നുള്ള ഒന്നും അറിയില്ല. സോഷ്യൽ മീഡിയയിൽ എങ്ങനെ ചെയ്യണം, എന്താണ് ചെയ്യേണ്ടത്, എങ്ങനെ ചെയ്താലാണ് എൻക്വയറീസ് ജനറേറ്റ് ചെയ്യാൻ പറ്റും, ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അറിയില്ല. അറിഞ്ഞിരിക്കുന്നത് കുറച്ച് ട്രഡീഷണൽ ആയുള്ള മെത്തേഡ്സ് മാത്രം. അപ്പോൾ എനിക്ക് സിമ്പിളായിട്ട് പറയാനുള്ളത്, ആസ് എ ബിസിനസ് ഓണർ നിങ്ങൾ മസ്റ്റായിട്ട് നിങ്ങളുടെ ബിസിനസ്സിൽ മാർക്കറ്റിംഗ് പഠിക്കുക. നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാൻ ഉള്ള ഒരു വ്യക്തി മാത്രമല്ല, നിങ്ങളുടെ ബിസിനസ്സിൽ നിങ്ങൾ മാർക്കറ്റിംഗ് കറക്റ്റായിട്ട് അറിഞ്ഞാലാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ടീമില്ലെങ്കിലും മറ്റാരില്ലെങ്കിലും നിങ്ങൾക്കൊരു ബാക്കപ്പ് സപ്പോർട്ടിൽ നിങ്ങൾ സെൽഫായിട്ട് പഠിച്ചു വെക്കുക. ഓക്കെ, മറ്റൊന്നെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഒരാൾക്ക് കൊടുക്കുന്ന സമയത്ത് നിങ്ങൾ പറ്റിക്കപ്പെടുന്നില്ല, നിങ്ങൾക്ക് കറക്റ്റായിട്ട് ചെയ്ത് കിട്ടുന്നുണ്ടെന്ന് നിങ്ങൾക്ക് ഉറപ്പ് വരുത്താണെങ്കിലും നിങ്ങൾ അറിഞ്ഞിരിക്കുക. കാരണം നിങ്ങളാണ് നിങ്ങളുടെ ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ഒരിക്കലും നിങ്ങളുടെ ആ ഒരു പെയിൻ അല്ലെങ്കിൽ നിങ്ങൾ എടുക്കുന്ന ആ ഒരു എഫർട്ട് ഒരിക്കലും ആരുടെ നിങ്ങൾക്ക് കിട്ടില്ല. ഓക്കെ, അത് നിങ്ങൾ മനസ്സിലാക്കുക. സോ ആസ് എ ബിസിനസ് ഓണർ നിങ്ങളുടെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിക്കുക. നിങ്ങൾ ഈ വലിയ ടെക്നിക്കൽ നോളജ് ഒന്നും ആവശ്യമില്ല. അറ്റ്ലീസ്റ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം, ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക്, യൂട്യൂബ്, അതുപോലെ തന്നെ ഈ ഗൂഗിൾ പോലുള്ള പ്ലാറ്റ്ഫോമുകളിലൊക്കെ നിങ്ങൾ കറക്റ്റായിട്ട് നിങ്ങളുടെ വിസിബിലിറ്റി മെയിൻറ്റെയിൻ ചെയ്യാം. ഒന്നുമില്ലെങ്കിലും ചുമ്മാ വീഡിയോ ഇട്ടാണെങ്കിലും നിങ്ങളുടെ കസ്റ്റമറിൻ്റെ അടുത്ത് നിങ്ങൾ എങ്ങനെയാണ് സംസാരിക്കുക, നിങ്ങളുടെ പ്രോഡക്റ്റ് ആൻഡ് സർവീസിനെ കുറിച്ച് അത് എന്താണോ അത് ജസ്റ്റ് റെക്കോർഡ് ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, സോഷ്യൽ മീഡിയയിലേക്ക് ഷെയർ ചെയ്യുക. അത്രമാത്രം നിങ്ങൾ ചെയ്യാൻ റെഡിയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു വലിയ മാറ്റം തന്നെ നിങ്ങളുടെ ബിസിനസ്സിൽ കൊണ്ടുവരാൻ സാധിക്കും.